Even when you feel low, you can still go. Even when you feel slow, you can still go. Even when there's no hope, you can still go. I never answer to no, man, I still go. Go, 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 go. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നില്ല അടിപൊളി ക്വാളിറ്റി ഷിറ്റ്സുവിൻ്റെ പപ്പീസും പിന്നെ സൈബീരിയൻ ഹസ്കി, സെൻ ബെർണാർഡ്, റോഡ് വീലർ എന്നീ പറഞ്ഞ എല്ലാ ബ്രീഡും കാണിക്കുന്നതാണ്. നമ്മൾ വീഡിയോ കാണിക്കുന്ന പപ്പീസിൻ്റെ ഒക്കെ ഫുൾ ഡീറ്റെയിൽ നമ്മൾ വീഡിയോ തന്നെ പറയുന്നുണ്ട്. പപ്പീസിൻ്റെ പ്രൈസ് റേഞ്ചും ബാക്കി ടെമ്പറമെൻറ്റ്, പിന്നെ ഓരോ ബ്രീഡ് ഓരോ പർപ്പസിനെ യൂസ് ചെയ്യുന്നത്, എന്ത് പർപ്പസിനെ യൂസ് ചെയ്യാൻ പറ്റും എല്ലാം പറയുന്നതാണ്. പിന്നെ പപ്പീസിൻ്റെ വാക്സിൻ, ഡിവോമിങ് എല്ലാം, ഫുഡ് ഫീഡിങ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതാണ്. പപ്പീസ് വേണ്ടവർ മാക്സിമം വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് ഓരോ പപ്പീസിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം. നമ്മൾ പപ്പീസിനൊക്കെ ജസ്റ്റ് പ്രൈസ് റേഞ്ച് മാത്രം പറഞ്ഞു പോകാറില്ല, ഫുൾ ഡീറ്റെയിൽ പറയുന്നതാണ്. കാരണം ഈ ബിഗിനേഴ്സായിട്ട് നിരവധി ആൾക്കാരുണ്ട്. അപ്പോൾ അതിനെ അവർക്ക് ഐഡിയ ഉണ്ടാവില്ല, ഏത് ബ്രീഡ് അവർക്ക് സൂട്ടബിൾ ആകുന്നൊരു ഐഡിയ ഉണ്ടാവില്ല. നമ്മളതുകൊണ്ട് വീഡിയോയിലെല്ലാം പറയുമ്പോൾ ഒരു ഐഡിയ കിട്ടും, ബിഗിനേഴ്സിനൊക്കെ ഒരു ഐഡിയ കിട്ടും, ഏത് ബ്രീഡ് അവർക്ക് സൂട്ടബിൾ ആവാം, ഏത് ബ്രീഡ് ചൂസ് ചെയ്യുന്നൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ മെയിനായിട്ട് എല്ലാം പറയുന്നുണ്ട്. പപ്പീസ് വേണ്ടവർ എന്തായാലും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് വിളിക്കാൻ ശ്രമിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കിനോട് എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. കാരണം നമ്മൾ ഇനിയും നല്ല കിടലം വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. നമ്മുടെ ഈ ചാനലിൽ നല്ല അടിപൊളി ക്വാളിറ്റി പപ്പീസൊക്കെ വളരെ റേറ്റ് കുറച്ചിന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഷിറ്റ്സുവിൻ്റെ ഈ പപ്പീസിൻ്റെ ഏജും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വെറും 35 ഡേയ്സ് മാത്രം പപ്പീസിന് പ്രായമായിട്ടുള്ളൂ. വെറും 35 ദിവസം മാത്രം പപ്പീസിന് പ്രായമായിട്ടുള്ളൂ. അപ്പോൾ തന്നെ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ട് പപ്പീസിന്. നല്ല രീതിയിൽ തന്നെ ഹെയർ ക്വാളിറ്റിയും നല്ല ബോൺ സൈസും നല്ല ഹെഡ് സൈസുള്ള പപ്പീസ് തന്നെയാണ്. പിന്നെ ഗൈസ്, പപ്പീസിൻ്റെ മാർക്കിങ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം നല്ല പെർഫെക്റ്റ് മാർക്കിങ്ങാണ് വന്നതാണ്. എല്ലാ പപ്പീസും നല്ല ഗൂഗിൾ മാർക്കിങ്ങും നല്ല ബോഡി മാർക്കിങ്ങും വന്നിട്ടുണ്ട്. നിങ്ങൾ വീട്ടിലേക്ക് ഇൻഡോറിൽ, അതായത് ഉള്ളിലേക്ക് ഒരു ബ്രീഡ് നോക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് എന്തായാലും ഈ ബ്രീഡ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻഡോറിൽ വന്ന ബെസ്റ്റ് ബ്രീഡ് തന്നെയാണ് ഷിറ്റ്സു. ഈ ബ്രീഡ് ഹെയർ ഷെഡിങ് കൊണ്ട് തന്നെ ഉണ്ടാവില്ല. ചിലർക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഹെയർ ഉള്ളതുകൊണ്ട് ഇൻഡോറിലൊക്കെ വളർത്തുമ്പോൾ ഹെയർ ഷെഡിങ് ഉണ്ടാവുമെന്ന്. ഈ ബ്രീഡിന് ഹെയർ ഷെഡിങ് ഉണ്ടാവില്ല. കാരണം ഈ ബ്രീഡ് ഹൈപ്പോ അലർജിനിക്കാണ്, നോൺ അലർജിനിക്കാണ് തന്നെ. അതുകൊണ്ട് തന്നെ അവിടെ തന്നെ ഹെയർ ഷെഡിങ് ഉണ്ടാവില്ല. പിന്നെ ചെറിയ കുട്ടികൾക്കോ മുതിർന്നവർക്കൊക്കെ പ്രായവർക്കൊക്കെ അലർജിയുടെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ ബ്രീഡ് വളർത്തുമ്പോൾ അതിന് അലർജി ഉണ്ടാവുമൊന്നുമില്ല. കാരണം ഈ ബ്രീഡ് ഹൈപ്പോലിനിക്കാണ് തന്നെ. ധൈര്യമായിട്ട് നമുക്ക് ഇൻഡോറിലൊക്കെ വളർത്താവുന്നതാണ്. ഇൻഡോറിലൊരു ബ്രീഡ് നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഷിറ്റ്സുവിന് ഫസ്റ്റ് ചോയ്സ് തന്നെ കൊടുക്കാം. ഇതിന് ട്രൈ കളറാണ് തന്നെ. എല്ലാ പപ്പീസും ട്രൈ കളർ, നല്ല ഗൂഗിൾ മാർക്കിങ്, നല്ല ബോഡി മാർക്കിങ്ങുള്ള പപ്പീസ് തന്നെയാണ്. മെയിൽ ആൻഡ് ഫീമെയിൽ ഉണ്ട്. മെയിൽ ഉണ്ടെങ്കിൽ മെയിൽ തരുന്നതാണ്, ഫീമെയിൽ ഉണ്ടെങ്കിൽ ഫീമെയിൽ ഉണ്ട്. ഗൈസ്, പിന്നെ നമുക്ക് ഓൾ കേരള ഡെലിവറി ഉണ്ട്. കേരളത്തിൽ എവിടെയും ഡെലിവറി ഉണ്ട്. പപ്പീസൊക്കെ സേഫായിട്ട് ഡെലിവറി തരുന്നതാണ്. നമ്മുടെ ചാനലിൽ കമ്മ്യൂണിറ്റി സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത പപ്പീസിൻ്റെയും കസ്റ്റമേഴ്സിൻ്റെയും നമ്മൾ എവിടെയൊക്കെ ഡെലിവറി ചെയ്ത് എല്ലാം ഡീറ്റെയിൽഡ് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് എല്ലാവരും ഇങ്ങനെ കമ്മ്യൂണിറ്റി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ ഡീറ്റെയിൽഡ് ഇട്ടിട്ടുണ്ട്, എവിടെ കൊടുത്തതെന്ന് എല്ലാ ഡീറ്റെയിൽ പറയുന്നുണ്ട്. വീട്ടിലേക്ക് ബ്രീഡിങ് പർപ്പസിനോ അല്ലെങ്കിൽ ഒരു പെറ്റായിട്ടോ അല്ലെങ്കിൽ ഒരു കമ്പാനിയനായിട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി, നല്ല ലൈനേജിൽ വന്ന ഷിറ്റ്സുവിൻ്റെ പപ്പീസ് നോക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഈ പപ്പീസ് ചൂസ് ചെയ്യുന്നതാണ്. വളരെ ക്യൂട്ടുള്ള പപ്പീസ് തന്നെയാണ്. വേണ്ടൊരു കോൺടാക്ട് ചെയ്ത്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് തന്നെ 20,000 തന്നെ. ഗൈസ്, അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നില്ല അടിപൊളി ക്വാളിറ്റി സൈബീരിയൻ ഹസ്കിയുടെ പപ്പീസ് കാണിക്കാൻ പോകുന്നത്. സൈബീരിയൻ ഹസ്കിയുടെ പപ്പീസിൻ്റെ കോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം നല്ല ഡബിൾ കോട്ട് പപ്പീസ് തന്നെയാണ്. നമ്മൾ വീഡിയോയിൽ 3 കളേഴ്സ് കാണിക്കുന്നുണ്ട്. റെഡ് ആൻഡ് വൈറ്റ് കാണിക്കുന്നുണ്ട്, പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റും ഉണ്ട്, ഗ്രേ ഷെയ്ഡ് വന്നിട്ടുണ്ട്. 3 കളേഴ്സ് കാണിക്കുന്നുണ്ട്. 3 കളേഴ്സിലും മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. എല്ലാം നല്ല പെർഫെക്റ്റ് ഫ്ലവർ മാർക്കിങ്ങുള്ള പപ്പീസ് തന്നെയാണ്. ഇതിന് ഐസൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം നല്ല പെർഫെക്റ്റ് ബ്ലൂ ഐസുള്ള പപ്പീസ് തന്നെയാണ്. ഈ ബ്ലൂ ഐസ് തന്നെ 2 ടൈപ്പ് വരുന്നുണ്ട്. ഡാർക്ക് ബ്ലൂ വരുന്നുണ്ട്, ഐസ് ബ്ലൂ വരുന്നുണ്ട്. ഇതിൻ്റെ ഐസും ഐസ് ബ്ലൂ എന്നുള്ള കളറാണ്. അതൊന്നും ഐസ് ചേഞ്ച് ആവില്ല. ചിലപ്പോൾ ഹസ്കിയുടെ നോക്കുമ്പോൾ ബ്ലൂ ഐസ് ആയിരിക്കും, ചെറുപ്പത്തിൽ ബ്ലൂ ഐസ് ആയിരിക്കും. പിന്നെ വലുതായി വരുമ്പോൾ അത് ഓടയോ നോർമലായി ആവാറുണ്ട്. ഐസ് ബ്ലൂ എന്ന് പറഞ്ഞ കാറ്റഗറി നോക്കുമ്പോൾ ഒരിക്കലും ചേഞ്ച് ആവില്ല.
ഐസ് ഒരിക്കലും ചേഞ്ച് ആവത്തില്ല. പിന്നെ കോട്ട് കണ്ടീഷനൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കോട്ടൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഡബിൾ കോട്ടാണ് വന്നത്, ഡബിൾ കോട്ടാണ് മെയിനായിട്ട് വന്നത്. കോട്ട് കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് കോട്ടല്ല, ഡബിൾ കോട്ടാണ് വന്നത്. ഡബിൾ കോട്ടായതുകൊണ്ടാണ് ഇത്ര ക്യൂട്ട്നെസ് പപ്പി സ്റ്റേജിലായാലും വലുതായി വരുമ്പോൾ അഡൽട്ട് സ്റ്റേജിലായാലും ഈ ഡബിൾ കോട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ക്യൂട്ട്നെസ് തന്നെയാണ്. പപ്പീസിനായാലും നല്ല അടിപൊളി ക്വാളിറ്റി ആയിട്ട് കിട്ടുന്നതാണ് നമുക്ക്. പിന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ കമ്മ്യൂണിറ്റി നോക്കിക്കാൻ നമ്മൾ കൊടുത്ത പപ്പീസിൻ്റെ അപ്ഡേഷനുണ്ട്. നമ്മൾ മുന്നേ കൊടുത്ത പപ്പീസിൻ്റെ അപ്ഡേഷനൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു 4 month 6 month ഒക്കെ അപ്ഡേഷനുണ്ട്. ഹസ്കിയുടെ ഇപ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ ഉണ്ട്. 3 കളേഴ്സിൽ മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസ് ഉണ്ട്. വേണ്ടവർ മാക്സിമം വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽ എല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രം കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. വളരെ ആക്റ്റീവ് നല്ല ഹെൽത്തി ആയുള്ള പപ്പീസ് തന്നെയാണ്. ഈ ഹസ്കി എന്ന ബ്രീഡിൻ്റെ ഒറിജിനേഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒറിജിനേഷൻ തന്നെ സൈബീരിയാണ് തന്നെ. എൻ്റെ പേരിൽ തന്നെയുണ്ട് സൈബീരിയൻ ഹസ്കി. സൈബീരിയാണ് ഗ്യാസ് ഇതിന് ഒറിജിനേഷൻ തന്നെ ഗ്യാസ്. പിന്നെ സൈബീരിയൻ ഹസ്കിയുടെ ലൈഫ് സ്പാനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലൈഫ് സ്പാൻ ഉണ്ട്. ഇതിന് ലൈഫ് സ്പാൻ തന്നെ 12 to 15 years ആണ് ലൈഫ് സ്പാൻ തന്നെ. 12 തൊട്ട് 15 വർഷമാണ് സൈബീരിയൻ ഹസ്കിയുടെ ലൈഫ് സ്പാൻ എന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലൈഫ് സ്പാനും കാര്യങ്ങളുള്ള ഡോഗ്ഡാണ് സൈബീരിയൻ ഹസ്കി ഗ്യാസ്. പിന്നെ സൈബീരിയൻ ഹസ്കിയുടെ ടെമ്പറമെൻറ്റ് മെയിനായിട്ടുള്ള ടെമ്പറമെൻ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ ഇൻ്റലിജൻ്റ് ആണ്, വളരെ അലർട്ടാണ്, വളരെ ഒബീഡിയൻ്റ് ആണ്, വളരെ കോൺഫിഡൻ്റ് ആണ്. ഇതൊക്കെ തന്നെ സൈബീരിയൻ ഹസ്കിയുടെ മെയിനായിട്ടുള്ള ടെമ്പറമെൻറ്റ് അഥവാ സൈബീരിയൻ ഹസ്കിയുടെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ. ഈ ഒരു ടെമ്പറമെൻ്റൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു പെറ്റായിട്ടും നല്ലൊരു ഗാർഡ് ഡോഗായിട്ടും അല്ലെങ്കിൽ ബ്രീഡിങ് പർപ്പസിന് നമുക്ക് ഈ ബ്രീഡ് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ക്യൂട്ടായുള്ള പപ്പീസ് തന്നെയാണ്. നമുക്ക് വീഡിയോ തന്നെ കാണുമ്പോൾ മനസ്സിലാവും എന്തുമാത്രം പപ്പീസ് ക്യൂട്ടാണെന്ന്. ഇതിൻ്റെ കോട്ട് കണ്ടീഷൻ തന്നെ ഡബിൾ കോട്ടാണ് പറഞ്ഞത്. ഡബിൾ കോട്ട് ആയതുകൊണ്ടാണ് ഇത്രയും ക്യൂട്ട്നെസ് വരാൻ കാരണം മെയിനായിട്ട്. പിന്നെ ഐസൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ബ്ലൂ ഐസാണ് തന്നെ ഗൈസ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ നിങ്ങൾ അറിയുന്ന ആരെങ്കിലുമൊക്കെ പപ്പീസൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്യുക, അവരിലേക്ക് എത്തിക്കുക. അവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ ഈ ചാനലിൽ നല്ല അടിപൊളി ക്വാളിറ്റി പപ്പീസൊക്കെ വളരെ റേറ്റ് കുറച്ചിന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും വെക്കുക. കാരണം നമ്മൾ ഇനിയും നല്ല കിടിലം വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. നമ്മുടെ ഈ ചാനലിൽ നല്ല അടിപൊളി ക്വാളിറ്റി പപ്പീസൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സൈബീരിയൻസ് നല്ല ആക്റ്റീവ് നല്ല ഹെൽത്തി ആയുള്ള പപ്പീസ് തന്നെയാണ്. നമ്മളിപ്പോൾ 3 കളേഴ്സ് കാണിച്ചിട്ടുണ്ട്. അതായത് റെഡ് ആൻഡ് വൈറ്റ് കാണിച്ചിട്ടുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിച്ചു, ഗ്രേയിഷ് ആയിട്ടുള്ള കാണിച്ചു. ഈ എല്ലാ കളേഴ്സിലും ഏറ്റവും ഡിമാൻഡുള്ള കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ്. കൂടുതൽ മൂവിങ് ഉള്ളതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ബ്രീഡിങ് പർപ്പസിനൊക്കെ നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ മാക്സിമം ചൂസ് ചെയ്യാൻ നോക്കാം. കാരണം ഇതിൽ ഏറ്റവും നല്ലൊരു കളറായിട്ട് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ട് കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ്, ഏറ്റവും ഡിമാൻഡുള്ള കളർ. അപ്പോൾ മാക്സിമം ബ്രീഡിങ് പർപ്പസിനൊക്കെ നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചൂസ് ചെയ്യാൻ നോക്കാം. അല്ലെങ്കിൽ ഒരു പെറ്റ് ആയിട്ടാണെങ്കിൽ ഏത് കളറാണെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ബ്രീഡിങ്ങിന് നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ ചൂസ് ചെയ്യുക. സൈബീരിയൻ ഹസ്കിയുടെ പപ്പീസിൻ്റെ ഫുഡ് ഫീഡിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതൊരു മീഡിയം അതിന് എബവ് തന്നെ കാറ്റഗറിയാണ് തന്നെ. അതുകൊണ്ടൊക്കെ തന്നെ റോയൽ കെൻ്റ് സ്റ്റാർട്ടർ RC നമ്മൾ ഫീഡ് ചെയ്യുന്നത്. 2 times RC റോയൽ കെൻ്റ് സ്റ്റാർട്ടർ ഫീഡ് ചെയ്യും, 2 times റൈസ് ഫീഡ് ചെയ്യും. റൈസ് ഫീഡ് ചെയ്യുമ്പോൾ റൈസിൽ നന്നായി സ്മാഷ് ചെയ്തിട്ട് അതിൽ ചിക്കൻ ആഡ് ചെയ്യാൻ നമ്മൾ കൊടുക്കാറ്. മെയിനായിട്ട് ചിക്കൻ തന്നെ ആഡ് ചെയ്യാറ്. ചിക്കൻ അല്ലെങ്കിൽ ഡക്കോ ബീഫോ പോർക്കോ എന്ത് നമ്മൾ ഇഷ്ടത്തിന് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ചിക്കനൊക്കെ ചെയ്യാൻ ബെസ്റ്റ്. നമ്മളപ്പോൾ ചിക്കനാണ് ഫീഡ് ചെയ്യാറ്. റൈസ് നന്നായി സ്മാഷ് ചെയ്തിട്ട് അതിൽ ഫിഷ് ഓയിൽ ആഡ് ചെയ്ത് സപ്ലിമെൻ്റായിട്ട് ഫിഷ് ഓയിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് സ്കിൻ കോട്ടിന് വേണ്ടി ആഡ് ചെയ്യുന്നത്. സ്കിൻ കണ്ടീഷനൊക്കെ വേണ്ടി മെയിനായിട്ട് ഫിഷ് ഓയിൽ ആഡ് ചെയ്യണം. അപ്പോൾ 2 times റൈസ് ഫീഡ് ചെയ്യും, 2 times RC ഡോഗ് ഫുഡ് ഫീഡ് ചെയ്യും, ഡ്രൈ ഫുഡ് ഫീഡ് ചെയ്യും. ഇങ്ങനെ 4 times തന്നെ പപ്പീസിനെ ഫീഡ് ചെയ്യുന്നത്. ഏത് ബ്രീഡ് ആയിക്കോട്ടെ ഒരു 6 മാസം വരെ എന്തായാലും 4 times ഫീഡ് ചെയ്യണം മസ്റ്റായിട്ടും. പിന്നെ അതോടൊപ്പം തന്നെ സപ്ലിമെൻറ്റ്സ് ഫീഡ് ചെയ്യണം. സപ്ലിമെൻറ്റ്സിൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ സപ്ലിമെൻറ്റ്സ് എങ്ങനെ കൊടുക്കാം എല്ലാവരും ഡീറ്റെയിൽ പറയുന്നുണ്ട്. ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക എല്ലാവരും. സൈബീരിയൻ ഹസ്കി എന്ന് പറയുന്ന ഈ ബ്രീഡ് ഒരു പ്രീമിയം ബ്രീഡ് തന്നെയാണ്. അപ്പോൾ സൈബീരിയൻ ഹസ്കി ഡബിൾ കോട്ട് ബ്ലൂ ഐസ് പപ്പീസിന് റേറ്റ് വന്നെ 35,000 വന്നെ 35,000 റേറ്റ് വന്നെ വേണ്ടൊരു കോൺടാക്ട് ചെയ്യുക. ഗൈസ് അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നില്ല അടിപൊളി ക്വാളിറ്റി സെൻറ്റ് ബെർണാർഡിന് പപ്പീസൊക്കെ കാണിക്കാൻ പോകുന്നത്. സെൻറ്റ് ബെർണാർഡിന് പപ്പീസിൻ്റെ ഏജൊക്കെ നോക്കുകയാണെങ്കിൽ വെറും 40 days മാത്രമേ ഏജ് ആയിട്ടുള്ളൂ. വെറും 40 ദിവസം മാത്രം പപ്പീസിന് പ്രായമായിട്ടുള്ളൂ. അത്യാവശ്യം നല്ല ഹെവി ബോൺ സൈസുള്ള പപ്പീസ് തന്നെയാണ്. പിന്നെ മാർക്കിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം നല്ല പെർഫെക്റ്റ് ഗൂഗിൾ മാർക്കിംഗ് ഉണ്ട് പപ്പീസിന്. നല്ല രീതിയിൽ തന്നെ ഗൂഗിൾ മാർക്കിംഗ് നല്ല ബോഡി മാർക്കിംഗ് ഉള്ള പപ്പീസ് തന്നെയാണ്. മെയിൽ ആൻഡ് ഫീമെയിൽ ഉണ്ട്.
വീട്ടിലേക്ക് അത്യാവശ്യം ലാർജ് കാറ്റഗറിയുള്ള അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഗാർഡ് ഡോഗ് നോക്കുന്ന കൂട്ടുകാർക്ക് എന്തുകൊണ്ടും ഈ സെൻറ്റ് ബെർണാർഡ് എന്ന് പറയുന്ന ബ്രീഡ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ലാർജ് കാറ്റഗറി എന്ന ബ്രീഡ് തന്നെയാണ്. മെയിൻ്റെനൻസ് അത്യാവശ്യം ഉണ്ടാവും ഫുഡിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ. പിന്നെ ഹെയർ ഷെഡിങ് നോക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഹെയർ ഷെഡിങ് ഉണ്ടാവില്ല. ഈ കോട്ട് തന്നെ ലോങ് കോട്ടാണ് തന്നെ, പക്ഷേ ഹെയർ ഷെഡിങ് ഒട്ടും തന്നെ ഉണ്ടാവില്ല. ഈ ബ്രീഡും ഹൈപ്പോലനിക് തന്നെയാണ്. നമുക്ക് ഇൻഡോറിലായാലും ഔട്ട്ഡോറിലായാലും ഒരുപാട് വളർത്താവുന്നതാണ്. പിന്നെ ഇൻഡോറിൽ വളർത്തുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈൽസ് ഉള്ള സർഫേസിൽ മാക്സിമം ഒഴിവാക്കാം. അത്യാവശ്യമുള്ള ഗ്രിപ്പ് വേണം. അതായത് നല്ല സൈസായിട്ടുള്ള പറഞ്ഞ ബ്രീഡ് ആയതുകൊണ്ട് തന്നെ ഗ്രിപ്പുള്ള സർഫേസ് മെയിനായിട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക. പപ്പീസ് വേണ്ടവർ എന്തായാലും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ എല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രം കോൺടാക്ട് ചെയ്ത് ശ്രമിക്കുക. നിരവധി ആൾക്കാർ ഒന്നും അറിയാണ്ട് വിളിക്കുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയാണ്ട്. മാക്സിമം നിങ്ങൾ പപ്പി ചൂസ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ എല്ലാം മനസ്സിലാക്കി മാത്രം കോൺടാക്ട് ചെയ്ത് ശ്രമിക്കുക. റേറ്റ് മാത്രമല്ല, ജസ്റ്റ് അതിൻ്റെ എന്ത് പർപ്പസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, പിന്നെ അതിൻ്റെ ഫുഡ് ഫീഡിങ്ങും ടെമ്പർമെൻറ്റ് എല്ലാം മനസ്സിലാക്കി മാത്രം കോൺടാക്ട് ചെയ്യുക. എല്ലാം നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. ഗൈസ്, നമുക്ക് ഓൾ കേരള ഡെലിവറി ഉണ്ട്, കേരളത്തിൽ എവിടെയും ഡെലിവറി ഉണ്ട്. പപ്പീസൊക്കെ സേഫായിട്ട് ഡെലിവറി തരുന്നതാണ്. നമ്മുടെ ചാനലിൽ കമ്മ്യൂണിറ്റി എന്ന സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത പപ്പീസിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ട്. നമ്മൾ അവിടെയൊക്കെ ഡെലിവറി ചെയ്ത് എല്ലാം ഡീറ്റെയിൽഡ് അതിൽ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യാം. പിന്നെ നിങ്ങളുടെ പപ്പീസ് നിങ്ങളുടെ വീട്ടിലേക്ക് അതോ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആർക്കെങ്കിലും പപ്പീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മുടെ ചാനലൊന്ന് എത്തിക്കുക. അവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക, മാക്സിമം അവർക്ക് എത്തിക്കുക. ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം നല്ല അടിപൊളി ക്വാളിറ്റി പപ്പീസ് തന്നെ വളരെ റേറ്റ് കുറച്ച് തന്നെ നമ്മുടെ ചാനൽ വഴി കിട്ടുന്നതാണ്. മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ ഇനിയും നല്ല നിരവധി വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഗൈസ്, പിന്നെ കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ കയ്യിലും നല്ല ക്വാളിറ്റി പപ്പീസൊക്കെ സെയിലിനായിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ നമ്മുടെ നമ്പർ ആഡ് ചെയ്യുന്നുണ്ട്. നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി പപ്പീസൊക്കെ ആണെങ്കിൽ തീർച്ചയായും നമുക്ക് ഇതുപോലെ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ പപ്പീസ് മാത്രമല്ല, നിങ്ങളുടെ കയ്യിൽ പപ്പീസൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ് വീഡിയോ ആയിട്ട്. പിന്നെ ഇതിനെ മാർക്കിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, മാർക്കിംഗ് എല്ലാം നല്ല പെർഫെക്റ്റ്, നല്ല മാർക്കിംഗ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല രീതിയിലുള്ള മാർക്കിംഗ് ഡാർക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. മെയിൽ ആൻഡ് ഫീമെയിൽ ഉണ്ട്. സെൻറ്റ് ബെർണാർഡിൻ്റെ ബ്രീഡിങ് പർപ്പസ് നോക്കുന്ന കൂട്ടുകാർക്ക് എന്തായാലും ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ബ്രീഡിങ്ങിന് പറ്റിയെന്നല്ല, കിട്ടണം ഫീമെയിൽ പപ്പീസ് ഉണ്ട് ഇതിൽ. വളരെ ക്യൂട്ടായുള്ള പപ്പീസ് തന്നെയാണ്. നിങ്ങൾക്ക് വീഡിയോ തന്നെ കാണുമ്പോൾ മനസ്സിലാവും പപ്പീസ് എന്തുമാത്രം ക്യൂട്ടാണെന്ന്. അത്യാവശ്യം നല്ല ആക്റ്റീവ്, നല്ല ഹെൽത്തി ഉള്ള പപ്പീസ് തന്നെയാണ്. സെൻറ്റ് ബെർണാർഡിൻ്റെ ബൈറ്റ് പോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബൈറ്റ് പോസ് റിമാർക്കബിൾ ആണ്. ഇതിൻ്റെ ബൈറ്റ് പോസ് വന്ന് 400 PSI ആണ് ബൈറ്റ് പോസ് വന്നെ. 400 PSI ആണ് സെൻറ്റ് ബെർണാർഡിൻ്റെ ബൈറ്റ് പോസ് വന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ബൈറ്റ് പോസിലൊരു ബ്രീഡാണ് സെൻറ്റ് ബെർണാർഡ്. അപ്പോൾ വീട്ടിലേക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള ബ്രീഡ്, അത്യാവശ്യം നല്ല സൈസും കാണാൻ നല്ല ക്യൂട്ടും, പിന്നെ അത്യാവശ്യം നല്ല ലാർജ് കാറ്റഗറി എന്ന് പറയുന്ന ബ്രീഡ് നോക്കുന്ന കൂട്ടുകാർക്ക് എന്തായാലും സെൻറ്റ് ബെർണാർഡ് എന്ന് പറയുന്ന ബ്രീഡ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ബൈറ്റ് പോസിനൊരു ഇത് കൊടുക്കുന്ന ആൾക്കാർക്കും ഈ ബ്രീഡ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ബൈറ്റ് പോസ് 400 PSI ഉണ്ട്. നല്ല രീതിയിൽ തന്നെ ബൈറ്റ് പോസുള്ള ബ്രീഡ് തന്നെയാണ്. അപ്പോൾ ഒരു ഗാർഡ് ഡോഗ് ആയിട്ട് എന്തായാലും ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒട്ടും തന്നെ ലേസിനെസ് ഇല്ലാത്ത ബ്രീഡ് തന്നെയാണ്. ലേസി അല്ല ഈ ബ്രീഡ്, നല്ല രീതിയിൽ വർക്കിംഗ് ഉള്ള ബ്രീഡ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെയുള്ളവർക്ക്. സെൻറ്റ് ബെർണാർഡിൻ്റെ ഈ പപ്പീസിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 35,000 തന്നെ, 35,000 റേറ്റ് തന്നെ. ഒരു പ്രീമിയം ബ്രീഡ് തന്നെയാണ് സെൻറ്റ് ബെർണാർഡ്. അപ്പോൾ റേറ്റ് വന്ന് 35,000 തന്നെ. സെൻറ്റ് ബെർണാർഡിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേണ്ടൊരു കോൺടാക്ട് ചെയ്യുക. നമ്മുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. ഗൈസ്, അടുത്തോളം കാണിക്കാൻ പോകുന്നില്ല അടിപൊളി ക്വാളിറ്റി റോഡ് വില്ലറിൻ്റെ പപ്പീസ് കാണിക്കാൻ പോകുന്നത്. ഇതിന് ഏജൊക്കെ നോക്കുകയാണെങ്കിൽ വെറും 27 ഡേയ്സ് മാത്രമേ ഏജ് ആയിട്ടുള്ളൂ. വെറും 27 ദിവസം മാത്രം പപ്പീസിന് പ്രായമായിട്ടുള്ളൂ. അത്യാവശ്യം നല്ല ആക്റ്റീവ്, നല്ല ഹെൽത്തി ആയുള്ള പപ്പീസ് തന്നെയാണ്. 27 ഡേയ്സിൽ നല്ല ഗ്രോത്ത് ഉണ്ട് പപ്പീസിന്. നല്ല രീതിയിൽ തന്നെ ബോൺ സൈസും നല്ല ഹെഡ് സൈസുള്ള പപ്പീസ് തന്നെയാണ്. മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസ് ഉണ്ട് ഇതിൽ. വീട്ടിലേക്ക് ഒരു പെറ്റായിട്ടോ അല്ലെങ്കിൽ ഒരു ഗാർഡ് ഡോഗ് ആയിട്ടോ അല്ലെങ്കിൽ കമ്പാനിയനായിട്ടോ അല്ലെങ്കിൽ ബ്രീഡിങ് പർപ്പസിനോ അത്യാവശ്യം നല്ല ക്വാളിറ്റി, നല്ല ലൈൻസിൽ വന്ന് റോഡ് വില്ലറിൻ്റെ പപ്പീസ് വെക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും അങ്ങനെയുള്ളവർക്ക് ഈ പപ്പീസ് ചൂസ് ചെയ്യുന്നതാണ്. നല്ല അടിപൊളി ക്വാളിറ്റി പപ്പീസ് തന്നെയാണ്. ഓൾ കേരള ഡെലിവറി ഉണ്ട്. കേരളത്തിൽ എവിടെയും ഡെലിവറി ഉണ്ട്. പപ്പീസൊക്കെ സേഫായിട്ട് ഡെലിവറി തരുന്നതാണ്. നമ്മുടെ ചാനലിൽ കമ്മ്യൂണിറ്റി എന്ന സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത പപ്പീസിൻ്റെയും കസ്റ്റമേഴ്സിനൊപ്പമുള്ള ഫോട്ടോസൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ മിക്ക കസ്റ്റമേഴ്സിനും നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുത്തതാണ്. നമ്മൾ എവിടെയൊക്കെ ഡെലിവറി ചെയ്തു എല്ലാം നമ്മൾ രീതിയിലായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കമ്മ്യൂണിറ്റിയിൽ. അപ്പോൾ എല്ലാവരും ജസ്റ്റ് കമ്മ്യൂണിറ്റി ടാബൊക്കെ കയറി ചെക്ക് ചെയ്യുക.
റോഡ് ബില്ലറിൻ്റെ ഈ പപ്പീസിൻ്റെ പ്രൈസ് റേഞ്ച് വന്നു 16,000 വന്നെ 16,000 റേറ്റ് വന്നെ. പപ്പീസ് വേണ്ടൊരു കോൺടാക്ട് ചെയ്യും. നല്ല ആക്റ്റീവും നല്ല ഹെൽത്തി ആയുള്ള പപ്പീസ് തന്നെയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 4 ബ്രീഡ് കാണിച്ചു. സൈബീരിയൻ ഹസ്കി, ഷിറ്റ്സു, സെന്റ് ബെർണാർഡ്, റോഡ് ബില്ലർ. ഇതിൻ്റെയൊക്കെ പ്രൈസ് റേഞ്ചും എല്ലാ ഡീറ്റെയിലും നമ്മൾ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. പപ്പീസ് വേണ്ടൊരു കോൺടാക്ട് ചെയ്യുക. നമ്മൾ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ കോൺടാക്ട് ചെയ്യുക, കോൾ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്താലും മതി. അപ്പോൾ ഗൈസ് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ ബൈ ഗൈസ്. സ്റ്റേ ട്യൂൺ ഗൈസ്. ബൈ ബൈ.